ഞാനൊക്കെ എപ്പോഴും ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. സാർ എപ്പോഴെങ്കിലും നേരിട്ട് ആ മകരവിളക്ക് അല്ലെങ്കിൽ മകരജ്യോതി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ സാർ? പിന്നെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 10-20 മല ചവിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ചെറുപ്പത്തിലാണ്. അപ്പൊ അന്ന് ഒരു എന്താണ് പറയുന്നത്, അയ്യപ്പന്റെ ആ ദിനങ്ങൾ വരുമല്ലോ, വൃശ്ചികം. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മാലയിടുക, അതൊരു എന്താണ് ഒരു സുഖം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിർവൃതിയാണിത്. അപ്പൊ അങ്ങനെ ഞങ്ങള് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ മാലയിട്ട് ശരിക്കും 41 ദിവസം ഇടും, വ്രതം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കുറഞ്ഞു 21 പിന്നെയൊക്കെ 10 ദിവസം, പിന്നെ 7 ആയി, പിന്നെ 1 പിന്നെ ഞാൻ നിർത്തി. കാരണം വേറൊന്നുമല്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നിർത്തിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദ മോസ്റ്റ് പ്രഷ്യസ് അവാർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഹരിവരാസനം അവാർഡ്, അതെനിക്ക് കിട്ടി. അന്ന് ഞാൻ പോയി, അങ്ങനെയാണ് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ പോയപ്പോഴേ എനിക്ക് ഭയങ്കര ശരിക്കും അയ്യപ്പനെ നന്നായിട്ട് തൊഴാൻ പറ്റിയ അന്നാ കേട്ടോ. കാരണം ഗസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു VIP ദർശനം കിട്ടും. മറ്റേത് നമ്മൾ നിൽക്കുന്നതിനിടയിൽ ഒരു തള്ള അങ്ങ് പോവും, അത്രയ്ക്ക് റഷല്ലേ. അന്ന് കരഞ്ഞുപോയി സത്യം. എന്താണ് വൈകുന്നേരമുള്ള ദീപാരാധനയായിരുന്നു. വൈകുന്നേരമുള്ള ദീപാരാധന കണ്ടിട്ട് ആ തങ്കവിഗ്രഹം ശരിക്കും ഒരു പ്രഭ തന്നെയാണ്. ഇപ്പൊ പറയുമ്പോഴും എനിക്ക് കയ്യിൽ ഇങ്ങനെ കോരിത്തിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. സ്വാമി അയ്യപ്പ രക്ഷിക്കണേന്ന് പറഞ്ഞുപോയി. കാരണം അത്രയ്ക്ക് പ്രഭയാണ്. പിന്നെ മറ്റൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 4ാമത്തെ അവാർഡ് വരെ പമ്പയിൽ വെച്ചാൽ കൊടുത്തോണ്ടിരുന്നത്. എനിക്ക് 5ാമത്തെ അവാർഡാണ് കിട്ടിയത്. അതിനുശേഷം ഇപ്പൊ ഒരുപാട് പേർക്ക് കിട്ടി. അത് ശരിക്കും സന്നിധാനത്ത് വെച്ചായിരുന്നു. സന്നിധാനത്ത് വെച്ചായിരുന്നു. ഞാൻ തലേദിവസം പോയപ്പോഴാണ് എനിക്ക് തൊഴാൻ സാധിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി അവിടെ വരുന്നവർ മലയാളികൾ മാത്രമല്ല, തമിഴ് ഒരുപാട്, തമിഴിയൻസ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ കന്നഡ, തെലുങ്ക്, ഹിന്ദി എല്ലാം വരുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അവിടെ തന്നെ താമസിച്ച്. പക്ഷെ രാത്രിയും പകല് പോലെ തന്നെയാണ്. ഞാൻ തമിഴ് പഠിച്ചു, തെലുങ്ക് ഒരു പാട്ടെടുത്തു, കന്നഡ ഒരു പാട്ടെടുത്തു, മലയാളം എടുത്തു. അങ്ങനെ 4 പാട്ട് ഞാൻ അന്ന് പാടിയുള്ളൂ. അതൊരു മറക്കാനേ പറ്റില്ല. ഇപ്പോഴും കണ്ണിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് ആ നിമിഷങ്ങളെല്ലാം. അതുകൊണ്ട് പിന്നെ ഇത്തവണ ഞാൻ ഇറക്കിയ വേദപമ്പ എല്ലാ വർഷവും ഇറക്കാറുണ്ട്. അതും സൂപ്പർ ഹിറ്റായി. ഏകദേശം 5 ലക്ഷം വ്യൂവേഴ്സ് കഴിഞ്ഞു. കാരണം ആ ഒരു അയ്യപ്പന്റെ ഒരു കടാക്ഷമുണ്ട്. അപ്പൊ ഇന്ന് മകരവിളക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. സ്വാമിയെ ശരണം അയ്യപ്പ. ശരത് സാർ, സാറ് മകരജ്യോതി കണ്ടിട്ടുണ്ടോ? ഇല്ല പാറു, ആ ഒരു സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരവ്. അതിന് ഇനിയിപ്പോ ആറൂന് പോകണമെങ്കിൽ ഒരു 10-30 വർഷം ആവും. അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ 7 തവണ പോയിട്ടുണ്ട്. ഇപ്പൊ അണ്ണനെ പോലെ 20 ആയിട്ടില്ല. 7 തവണ പോയിട്ടുണ്ട്. 20 അല്ല, ഞാൻ കൂടുതൽ പോയി. അതിന് കൂടുതൽ കണക്കില്ല. പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഈ മകരജ്യോതി കാണാനൊക്കെ പറ്റും. ഇപ്പോഴൊന്നും പോയ എൻ്റെ അമ്മ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 7 തവണ പറ്റില്ല, 6 തവണയും സ്വാമി സന്നിധിയിൽ പാടാൻ പറ്റി. അയ്യപ്പനെ നേരിട്ട് ഈ പോലീസ് അകമ്പടിയോടെ അകത്ത് ഈ പാടിയത് കൊണ്ട് അകത്ത് നിന്ന് തൊഴാൻ പറ്റും. അതൊരു അനുഭൂതിയാണ്. അത് നമുക്ക് പലതും നമ്മൾ പ്ലാൻ ചെയ്യാം. അയ്യപ്പൻ്റെ അടുത്ത് ഇത് ചോദിക്കണത് ഒരു വക നമ്മുടെ തലയെ വരത്തില്ല. ആ ഒരു ചൈതന്യത്തിൽ നമ്മളിങ്ങനെ അങ്ങ് അതിനകത്ത് പെട്ടുപോകും. ശരണവിളി പിന്നെ ഇവരുടെ എല്ലാം ശരണവിളിയല്ലേ. അതെന്താണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കതൊരു ആ ഒരു ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും. അപ്പം അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ പോയതെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഡിഫറൻ്റായിട്ട് പാറും കുറച്ചൊക്കെ ഏജ് ആയിട്ട് അയ്യപ്പനെ കാണാൻ പോവുക. അതെ, എന്തായാലും പോവും. ചെറുതിലെയാണ് പോയത്, പിന്നെ പോവാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല. ചേച്ചി, നമുക്കൊന്നും അയ്യപ്പനെ നേരിട്ട് കാണാൻ പറ്റും. ഞാൻ നേരിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് പോയിരുന്നു. ഒരുപാട് വർഷം മുന്നേ ഒരു പ്രാവശ്യം പോയി, അച്ഛൻ്റെ കൂടെ പോയി. അപ്പം ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു. അമ്പലത്തിൽ പോയി ആ ദർശനം കിട്ടുക എന്ന് പറയുന്നത്, നമ്മള് ഒരു എന്താ പറയാ, ഒരു മലയൊക്കെ ചവിട്ടി കയറി, അന്ന് നല്ല മഴയും പെരും മഴയും, ആ മഴയൊക്കെ കൊണ്ട് അവിടെ എത്തി കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുകയാണ് ശരിക്കും. നടന്ന് കയറി ചെന്ന് അല്ലെങ്കിൽ അവിടെ അവസാനം സന്നിധിയിലെത്തി ഭഗവാനെ കണ്ട് തൊഴുമ്പം കണ്ണുനീര് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഏത് പ്രായത്തിലായാലും. ഇപ്പം എൻ്റെ മനസ്സിൽ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി ഒരുപാടുണ്ട്. പാട്ടുകളായാലും നമ്മൾക്കിപ്പം
ഭക്തി എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. അപ്പം മനസ്സിൽ ആ സങ്കല്പം മനസ്സിലുണ്ട്. അപ്പം ഇരുന്ന് പാടും. പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ, ഇപ്പം അമ്മയും ഏകദേശം ആ പ്രായമായല്ലോ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മലയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഐശ്വര്യം, ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് അങ്ങനെയെങ്കിലും കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ അമൃത ടി വിയുടെ പ്രേക്ഷകർക്കും ഈ ഒരു അവസരത്തിൽ മകരവിളക്കിൻ്റെ ആശംസകൾ ഞാൻ നേരാണ്. ഈ ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. സ്വാമി ശരണം. MG സാർ, ഒരുപാട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ സാറ് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ശബരിമല ആ ഒരു സീസൺ ആവുന്ന ആ ഒരു ടൈമിലെ എല്ലാവരുടെയും റിംഗ് ടോൺ വരെ ഉള്ള ഒരു പാട്ടാണ് സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്ന് പറയുന്നത്. നാഷണൽ ആന്തമായിട്ട് മാറി. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി